ഇന്നും വളരെ നല്ലൊരു ദിവസമായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവധിയാണ്. ഇപ്പം നിങ്ങളുടെ സപ്പോർട്ട് നല്ല കണക്ക് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും മോസ് ചേട്ടനോട് നേരെ ഫിഷ് വാങ്ങാൻ പോകുന്നൊരു വീഡിയോ ഇടാമെന്ന് വെച്ചു. അതുമല്ല, നേരത്തെ വരണം, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. അപ്പം മോസ് ചേട്ടന് പള്ളിയിൽ പോകണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് ഇത് കണക്ക് കിളികൾക്ക് ഫുഡും വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് പോകുന്ന വഴി തന്നെ ഇനിയും കാണാൻ പറ്റും. നാളെ കുവൈറ്റുകളുടെ വീട്ടിലെ മെയിൻ പ്രത്യേകതയാണ് ഇതാണെങ്കിൽ കടലിൽ പോകാൻ വേണ്ടി ഓരോരോ വണ്ടി എല്ലാ മിക്ക വീട്ടിൻ്റെയും ഫ്രണ്ടിൽ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രാജ്യം കുവൈറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ വെള്ളം പല സ്ഥലങ്ങളിലാണ് കിളികൾക്ക് വേണ്ടി വെച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ മിക്ക കുവൈറ്റികളും നല്ല മനുഷ്യരാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ എല്ലാവരുടെ ഇടയിലും കാണുമല്ലോ ചില പ്രശ്നക്കാരും, അത് പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുന്നത് കുവൈറ്റിലാണ് ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റിലേക്കാണ്. നിങ്ങളിതിനു മുമ്പ് കണ്ടിട്ടില്ലെങ്കിൽ തന്നെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറുമ്പോഴാണ് അക്കരയിലെ മോഹൻലാലും ശ്രീനിവാസൻ്റെ കണക്ക് 2 കുവൈറ്റുകളെ ഞങ്ങൾ കണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് പെയ്യെ നടന്നു. അവിടെ വെച്ച് ഞങ്ങൾ പരിചയമുള്ളതും പരിചയമില്ലാത്തതും ആയിട്ടുള്ള കുറേ പേരെ കണ്ടു. പിന്നെ കഴിഞ്ഞ വട്ടത്തെ വീഡിയോ കണ്ട് കുറച്ച് പേര് ഞങ്ങളുടെ അടുത്ത് സംസാരിക്കാനും വന്നിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഫിഷ് മാർക്കറ്റ്. ഇതിൻ്റെ ഉള്ളിലോട്ട് തന്നെ കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒടുക്കത്തെ തിരക്കാണ്. ചേട്ടന്മാരെ, ഇതിലും വലിയ ഫിഷ് മാർക്കറ്റ് കുവൈറ്റിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ, നമുക്കറിയത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ലെന്ത് വീഡിയോ ഇടുന്നത്. പിന്നെ സൈറ്റിലുള്ള എല്ലാവരും തന്നെ, ജോലി സ്ഥലത്തുള്ള എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫ്രഷ് മീൻ കിട്ടും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നേരെ പിടിക്കുക, നേരെ കൊണ്ടുവരിക, നേരെ വിൽക്കുക. നിങ്ങളെല്ലാം ഒരു ദിവസം അവിടെ നിന്ന് പോയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നെല്ലാം ഒന്ന് കമൻ്റ് ഇടണേ. ഇനിയെല്ലാം ബാക്കി നിങ്ങൾ തന്നെ കേട്ടു നോക്ക്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയും സാൻഡ്വിച്ചും വാങ്ങിച്ച് കഴിച്ച് നേരെ റൂമിലോട്ട്. പിന്നെ ഞങ്ങളും കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു കേട്ടോ. വീണ്ടും കാണും വരെ
ബൈ ബൈ.